കണ്ണൂരിൽ ഇന്ന് ഒരു രക്തസാക്ഷി മണ്ഡപം കൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ബോംബ് പൊട്ടി ആളുകൾ മരിക്കുമ്പോൾ ഈ ബോംബ് ഉണ്ടാക്കുന്നതിനിടയിലാണ് പൊട്ടുന്നത്. അത് പാർട്ടി പ്രവർത്തകരുമായി ഒരു ബന്ധമില്ല എന്ന് പറയുന്നു. പക്ഷേ മാധ്യമങ്ങളിലടക്കം വാർത്ത വരുന്നത് CPM-ൻ്റെ ആൾക്കാർ ബോംബ് പൊട്ടി എന്ന് പറയുന്നു. പിന്നീട് ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ വിസ്മരിക്കുന്നു. പിന്നീട് ഇവർക്ക് വേണ്ടി സ്മാരകം ഉണ്ടാക്കുന്നു. എന്താണ് CPM-ൻ്റെ കണ്ണൂരിലെ ഈ സ്മാരക നിർമ്മാണത്തിൻ്റെ ഒരു അടിസ്ഥാനം? അല്ല, അവർ ഈ രക്തസാക്ഷി എന്നുള്ള വാക്ക് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് വാക്കാണ്. അവരാണത് പ്രയോഗിക്കാറുള്ളത്. ഇപ്പോൾ നോക്കൂ, ഗാന്ധിജി വധിക്കപ്പെട്ടതാണ്. പക്ഷെ ഗാന്ധിജിയെ രക്തസാക്ഷി എന്നാരും പറയാറില്ല. ഉണ്ടോ? ഇല്ല, പറയില്ല. രക്തസാക്ഷി ഒരു അല്പം കുറഞ്ഞ ഒരു വാക്കാണ്. മഹാന്മാരായ ആളുകൾ അവർ സ്വാഭാവികമായിട്ട് മരിച്ചാലും അതല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചാലും കൊല്ലപ്പെട്ടാലും രക്തസാക്ഷി ഒന്നും പറയാറില്ല. രക്തം അങ്ങനെ ഒരു നല്ല കാര്യം അല്ല, രക്തം പുറത്തു വരിക എന്നുള്ളത്. അത് എന്തിൻ്റെ പേരിലാണെങ്കിൽ. ഓഫ് കോഴ്സ് മെഡിക്കൽ ഓപ്പറേഷൻ്റെ സമയത്ത് വരുന്ന രക്തം വേറെ. അതല്ലാതെ രക്തച്ചൊരിച്ചിൽ എന്ന് പറഞ്ഞാൽ ഒരു മോശപ്പെട്ട കാര്യമായിട്ടാണ് മൊത്തം ഭാരതീയർ കണക്ക് കൂട്ടുന്നത്. അത് അഭിമാനിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല, അത്ര നല്ല സംഗതിയല്ല. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി തുടക്കം മുതൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കം മുതൽ അവർക്ക് രക്തസാക്ഷികൾ, വലിയ രക്തസാക്ഷികൾ സിന്ദാബാദ്, അത് അവരുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് അവർ കൊണ്ടു നടക്കുന്നു. ഇത് കൾച്ചറലി ഒരു നല്ല സംഗതിയല്ല. നൗ ഫാക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വാദം നോക്കൂ. RSSകാരെ പ്രതിരോധിക്കാനായിട്ട് ബോംബ് നിർമ്മിക്കുന്നു. ബോംബ് വെച്ച് പ്രതിരോധിക്കുന്നത് എങ്ങനെയാണ്? പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പരിച വെച്ച് നിങ്ങൾക്ക് തടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പരിചയമായിട്ട് ബോംബ് നിർമ്മിക്കുകയായിരുന്നു ഇവർ. അല്ല, പരിചയമായിട്ട് നിങ്ങൾക്ക് മതിൽ നിർമ്മിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ശത്രുവിൻ്റെ ആക്രമണം തടയാനായിട്ട്. അല്ലാതെ ബോംബെന്ന് പറഞ്ഞാൽ പ്രത്യാക്രമണത്തിനുള്ളതാണ്, പ്രതിരോധത്തിനുള്ളതല്ല. പ്രത്യാക്രമണമാണ്. പക്ഷേ എന്നാലും നമ്മൾ ഡിഫെൻസ് എന്നാണ് അതിന് പറയാറുള്ളത്. പ്രതിരോധ വകുപ്പ് എന്നാണ് പറയാറുള്ളത്. ആ നോമൻക്ലേച്ചർ ഒരു, അല്ലാതെ ആക്രമിക്കുന്ന വകുപ്പ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു മോശമല്ലേ. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും പ്രതിരോധ വകുപ്പ്. അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയും പ്രതിരോധിക്കാനായിട്ട് ബോംബ് ഉണ്ടാക്കുന്നു. ഈ ബോംബ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. അത് പ്രതിരോധത്തിനായിക്കോട്ടെ പ്രത്യാക്രമണത്തിനായിക്കോട്ടെ എന്തുമായിക്കോട്ടെ നിങ്ങൾ നടത്തുന്നത് നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ്. അതിനിടയ്ക്ക് അപകടം സംഭവിക്കുന്നു, നിങ്ങളുടെ ആളും മരിക്കുന്നു. അത് ഏത് വകുപ്പിലാണ് രക്തസാക്ഷിയാവുന്നത്? നിങ്ങളുടെ സ്വയംകൃതാനർത്ഥം കൊണ്ട് നിയമവിരുദ്ധമായ പ്രവൃത്തി ചെയ്യുമ്പോഴുണ്ടാവുന്ന സ്ഫോടനം, ആ സ്ഫോടനത്തെ തുടർന്ന് കൊല്ലപ്പെട്ട ആൾ എന്ത് രക്തസാക്ഷിയാണ്? ഏത് കോസിന് വേണ്ടിയിട്ടാണ് അയാൾ കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ മരണപ്പെട്ടത്? ഒന്നുമല്ല. കള്ളനോട്ടടിക്കുന്ന പ്രസ് മറിഞ്ഞ് നമ്മുടെ നെഞ്ചത്ത് വീണ് നമ്മൾ ചത്തുപോയി. രക്തസാക്ഷി, ഇങ്ങനൊരു ഏർപ്പാടുണ്ട്. യു ആർ ഡൂയിങ് എ ക്രൈം ആൻഡ് ഇറ്റ് വെൻറ്റ് ഔട്ട് ഓഫ് യുവർ ഹാൻഡ് ആൻഡ് യു ഡൈഡ്. ഏറി വന്നാൽ അതിനെ ഒരു അപകടമരണം എന്ന് പറയാം. അപ്പോൾ പോലും ഈ ഇല്ലീഗാലിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ബോംബല്ലേ. അതെ. അതിനെ രക്തസാക്ഷി എന്ന് വിളിക്കണമെങ്കിൽ അസാമാന്യമായ തൊലിക്കട്ടി വേണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെട്ട ആദ്യത്തെ പ്രാഥമികമായ സാധനം അവർ മനഃപൂർവ്വം എടുത്തു കളയുന്നതാണ്. അവരുടെ കൂടെ സഹയാത്രികർ എന്നൊക്കെ പറയില്ല, ഇടതുപക്ഷ സഹയാത്രികർ. ഈ സഹയാത്രികർക്കൊക്കെ നാണമാണ് അവർ ആദ്യം എടുത്ത് കളയുന്നത്. ഉളുപ്പ്, നാണം, മാനം, ഇതൊക്കെ എടുത്തങ്ങ് കളയും. പിന്നെ നിങ്ങൾക്ക് എന്ത് സംസാരിക്കാനും എന്ത് ന്യായീകരിക്കാനും ഒരു മടിയും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ദുഷ്ചെയ്തികളെ മുഴുവൻ അവർ എന്തെങ്കിലും വളച്ചു കെട്ടിയൊക്കെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. ഒടുവിൽ ഒരു രക്ഷയില്ലാതാകുമ്പോൾ അപ്പോഴത്തേക്ക് 50 വർഷം കഴിഞ്ഞിരിക്കും. 50 വർഷം കഴിയുമ്പോൾ അവർ പറയും അന്ന് പാർട്ടിയുടെ വിലയിരുത്തലിൽ പാളിച്ച പറ്റി. അപ്പോഴും തെറ്റ് ചെയ്തൊന്നുമല്ല, വിലയിരുത്തുന്നതിൽ പാളിച്ച പറ്റി എന്നൊക്കെ പറയും. ഇങ്ങനെ കള്ളത്തരത്തിൽ ജീവിക്കുന്ന ഒരു ജന്മമാണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും അവരുടെ സഹയാത്രിക എന്നൊക്കെ പറയുന്നവരുടെയൊക്കെ ഗതി ഇതാണ്. ഇതിങ്ങനെ ന്യായീകരിച്ച് അവസാനം വയസ്സായി കഴിയുമ്പോൾ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ, നക്സലേറ്റുകാർ ഇവരൊക്കെ
ആധ്യാത്മിക പാതയിലേക്ക് തിരിയുന്നത് നമ്മൾ കാണും. അതെ. അതിന് കാരണം ഇതാണ്. ജീവിതകാലത്ത് മുഴുവൻ ചെയ്തു പോയ തെറ്റുകൾ ഇവരെ ഉള്ളിലിരുന്ന് കാർന്ന് തിന്ന് ഇവർ ചെയ്ത കൊലപാതകം, വഞ്ചന, കുതികാൽ വെട്ട്, ചതി, രാഷ്ട്രീയമായിട്ടല്ല വ്യക്തിപരമായിട്ടും. ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരനല്ലെങ്കിൽ പിന്നെ അയാളെ എന്തും ചെയ്യാം എന്നൊരു ന്യായം ഈ പാർട്ടി അവരുടെ ആൾക്കാരിൽ മനസ്സിൽ രൂഢമൂലമാക്കി. ഈ നേതാക്കൾ തന്നെ അടുത്ത തലമുറയെ അത് പഠിപ്പിക്കില്ലേ, നിങ്ങളും ഇങ്ങനെ ചെയ്യണമെന്നുള്ളൊരു? അതെ, അതിനാണല്ലോ സ്മാരകം. അവരുടെ സ്മരണം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് സ്മാരകം. ആരും മറന്നു പോകരുത്, ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ മഹാനായിട്ട് വാഴ്ത്തപ്പെടും. അപ്പോൾ ഈ പ്രതിമയൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് കൊള്ളാം, ഇനി ഒരു ബോംബുണ്ടാക്കി ഞാൻ മരിച്ചു പോയാൽ പോലും എൻ്റെ പ്രതിമയുണ്ടാകും, അതിലാണ്ടിലൊരിക്കൽ മാലയിടും, അവിടെ വന്ന് ആൾക്കാർ ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കും, രക്തഹാരം അണിയിക്കും. പുഷ്പഹാരമല്ല, രക്തഹാരം. ഇതിലെല്ലാം ഈ രക്തം കലർത്തുന്നത് ദെയർ അഫിനിറ്റി ടുവേഴ്സ് വയലൻസ്. കമ്മ്യൂണിസത്തിൻ്റെ എസൻസ് വയലൻസ് ആണല്ലോ. ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രോലിറ്റേറിയറ്റ്, തൊഴിലാളി വർഗ സർവാധിപത്യം. അത് നടപ്പാക്കേണ്ടത് എങ്ങനെ? തോക്കിൻകുഴലിലൂടെ വിപ്ലവം. ചോരച്ചൊരിച്ചിൽ അവർക്കൊരു ഹരമാണ്, ആവേശമാണ്, പിടിച്ചാൽ കിട്ടാത്ത ഒരു മാനസിക വൃത്തിയാണത്. അപ്പോൾ അതുകൊണ്ട് അവർ രക്തസാക്ഷിയും രക്തഹാരവും രക്തപുഷ്പങ്ങൾ ഇതൊക്കെ അർപ്പിക്കും. വെറും പുഷ്പമല്ല, നമ്മൾ ചുവന്ന റോസ് എന്ന് പറയുന്നത് അവർക്ക് രക്തപുഷ്പമാണ്. രക്തപുഷ്പം വിടർന്നു എന്നാണല്ലോ വയലാർ രാമവർമ്മ മൃത്യുവിൻ്റെ ഗുഹയിൽ പുതിയൊരു രക്തപുഷ്പം വിടർന്നു. ഈ പ്രയോഗങ്ങൾ, ഈ രക്തം കൊണ്ടുള്ള കളി അവരുടെ ബേസിക്, അവരുടെ കോമ്പീറ്റൻസ് അവിടെയാണ്. അവരുടെ കുറ്റമാണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ RSS ശാസ്ത്രീയമായിട്ട് ബോംബ് ഉണ്ടാക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സ്റ്റീൽ ബോംബ് ഉണ്ടാക്കി പഠിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ RSS ആണ് ബോംബ് ഉണ്ടാക്കുന്നത്, ഞങ്ങളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അത് ആയിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ന്യായം. ഈ പണ്ട് ചെന്നായ ആട്ടിൻകുട്ടിയെ പിടിക്കാൻ നേരത്ത് പറഞ്ഞ ന്യായങ്ങളില്ലേ, നീ വെള്ളം കലക്കി ചെളിയാക്കി, അയ്യോ ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ഇറങ്ങി പോലുമില്ല, നീ അല്ലെങ്കിൽ നിൻ്റെ അപ്പൂപ്പൻ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് ഈ ചെന്നായ ആട്ടിൻകുട്ടിയെ ആക്രമിക്കുന്നു. സോ നിങ്ങൾക്ക് എന്ത് ന്യായം വേണമെങ്കിലും കണ്ടുപിടിക്കാം. മറ്റേ ആൾ ഇത് അങ്ങനെ ചെയ്തുകൊണ്ടാണ്, അവൻ നോക്കിയത് കൊണ്ട് എനിക്ക് ദേഷ്യം വന്നു, അപ്പോൾ നോക്കിയവനല്ലേ കുറ്റം. ഇങ്ങനെ ഇതൊക്കെ ഈ ഒരു നാർസിസിസ്റ്റ് സ്വഭാവം പാർട്ടിക്കുണ്ട്. അവർ ചെയ്യുന്ന കുറ്റങ്ങളുടെ ഒന്നും ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കില്ല. ഏറ്റെടുക്കാൻ പറ്റാതെ കുഴപ്പത്തിലായി കഴിയുമ്പോൾ ഞാൻ ഈ കുറ്റം ചെയ്യാൻ കാരണം നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് ആ ഗിൽറ്റ് നിങ്ങളുടെ തലയിലേക്ക് അവർ മാറ്റും. അതിനു വേണ്ടിയിട്ട് അവർ കവിത എഴുതും, വലിയ പ്രബന്ധങ്ങൾ എഴുതും, സമ്മേളനങ്ങൾ നടത്തും, പ്രസംഗങ്ങൾ നടത്തും, പ്രഭാഷണങ്ങൾ നടത്തും. ഇതെല്ലാം എന്തും ചെയ്യും അവർ ഈ ചെയ്ത ദുഷ്കൃത്യങ്ങളെ ന്യായീകരിക്കാനായിട്ട്. അങ്ങനത്തെ ഒരു വളരെ താഴ്ന്ന, വളരെ ക്രൂരമായ, മനുഷ്യത്വരഹിതമായ ഒരു കാര്യമാണ് ഇങ്ങനെ മരിച്ചവർക്ക് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കുകയും അത് ഒരു മടിയും കൂടാതെ ഉദ്ഘാടനം ചെയ്യും. കാരണം മടി, മാനം, നാണം ഇതൊക്കെ മാറിക്കഴിഞ്ഞു. ഇത് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും ചെയ്യാം. നമ്മൾ സിവിലൈസ്ഡായിട്ട് സൊസൈറ്റിയിൽ പെരുമാറുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നാണമുള്ളത് കൊണ്ടാണ്. നാണം ഒരു ചീത്ത വികാരമല്ല. അതാണ് നമ്മൾ ആദ്യമേ ഒരുത്തിനോട് പറയാൻ, നാണമില്ല നിനക്ക് എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം പ്രാഥമികമായിട്ടൊരു മനുഷ്യന് വേണ്ട ഗുണമായിട്ടാണ് നമ്മൾ നാണത്തെ കാണുന്നത്. ഈ നാണം എടുത്ത് കളഞ്ഞിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സോ ദേ ക്യാൻ ഡു എനിത്തിങ്. നാണമില്ലല്ലോ. 2016 മറ്റാണ് ഇവർ മരിച്ചത്. ആ സമയത്ത് അന്നത്തെ പാർട്ടി സെക്രട്ടറിയാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ഇത് പാർട്ടിയായിട്ട് ബന്ധമുള്ള ആൾക്കാരല്ല, പാർട്ടിക്കാരല്ല എന്നൊക്കെ പറഞ്ഞത്. ഇതിന് ശേഷം ഇവർക്ക് സ്മാരകം നിർമ്മിക്കാൻ ബക്കറ്റ് പിരിവ് നടത്തി. എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചിട്ടാണ് ഇപ്പോൾ ഈ സ്മാരകം നിർമ്മിക്കുന്നത്. എന്നിട്ട് ഇപ്പോഴത്തെ സെക്രട്ടറി അതിനെ ന്യായീകരിക്കുന്നു. ഇതൊരു ശരിയായ നിലപാടാണോ? അപ്പോൾ അത് ഈ ഇടതുപക്ഷ അനുഭാവിയാണല്ലോ ബാലേന്ദ്രൻ ചുള്ളിക്കാട്. ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഒരിക്കൽ പറഞ്ഞിരുന്നു, ഈ സാഹചര്യം മാറി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തിനേയും ന്യായീകരിക്കാം, എന്തിനേയും ന്യായീകരിക്കാം. പണ്ട് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതോ അത് ഇതിന് വിരുദ്ധമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് അന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞാണ്. ഇന്ന് സാഹചര്യങ്ങൾ മാറി. സാഹചര്യം മാറുമ്പോൾ നിലപാടുകൾ മാറണ്ടേ? അതല്ലേ സത്യസന്ധത. കുടുങ്ങിയില്ല നമ്മൾ ഈ ന്യായത്തിൽ. നമ്മൾ ശരിയാണ്, സാഹചര്യം മാറുമ്പോൾ മഴ പെയ്യുമ്പോഴല്ലേ കുട പിടിക്കേണ്ടത്. മഴ മാറിക്കഴിഞ്ഞാൽ പിന്നെ കുടയും പിടിച്ചുകൊണ്ട് നടക്കണോ? ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ വെയിലാണെന്ന് തോന്നി അങ്ങനെ ആയെങ്കിൽ ചിലപ്പോൾ കുട പിടിച്ചു എന്ന് വരും. അതല്ലാത്തവർ
കുടുംബ മടക്കി വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കും. ഇതല്ലേ ചെയ്യുന്നത്. അപ്പോൾ പണ്ടെപ്പോഴോ മഴ പെയ്തപ്പോൾ എനിക്കൊരു ജലദോഷം വന്നിരുന്നു, ഞാൻ തുമ്മി. കോടിയേരി ബാലകൃഷ്ണൻ അന്ന് തുമ്മി, അതുകൊണ്ട് ഇന്ന് ഗോവിന്ദൻ മാഷ് തുമ്മിക്കൊണ്ടേയിരിക്കണം എന്ന് നിങ്ങൾ വാശി പിടിക്കുന്നത് ശരിയാണ്. ഇതൊക്കെ എന്തിനാ ന്യായപറ്റി ഒന്ന് വായിൽ നാക്കുണ്ടെങ്കിൽ എല്ലാ സാധനം, അതാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞത്, സാഹചര്യം മാറി എന്നുള്ള ഒറ്റ പ്രസ്താവന കൊണ്ട് നിങ്ങൾക്ക് എന്ത് പോക്കരിത്തരത്തെയും ന്യായീകരിക്കാൻ പറ്റും. സാഹചര്യം മാറി കഴിഞ്ഞു. ദിസ് ഈസ് വാട്ട് ഈസ് ബീയിങ് ഡൺ. ഇത് പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന സിഗ്നൽ വളരെ ഡേഞ്ചറാണ്. പക്ഷേ പുതിയ തലമുറ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസം. ഇവരിതൊക്കെ ചെയ്തിട്ടും ഇപ്പം ഈ പറഞ്ഞ ചോരക്കളിക്ക് ആളുകളെ കിട്ടുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടി പല കൊലപാതകങ്ങളും സംഗതികളും ആസൂത്രണം ചെയ്യുന്നത് കൊട്ടേഷൻ ടീമിനെ വെച്ചിട്ടാണ്. അങ്ങനെയാണ് TP കേസിൽ കൊടിസുനി, ഈ ട്രൗസർ മനോജൻ, കിർമാണി മനോജ് എന്നൊക്കെ പറഞ്ഞ് ഈ ക്യാരക്ടേഴ്സൊക്കെ അവരും ഇടതുപക്ഷ സഹയാത്രികർ എന്നൊക്കെ പറയുമെങ്കിലും ഈ സംഗതി കൊട്ടേഷൻ ടീമിനെ വെച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത്. ആക്ച്വൽ പ്രവർത്തകർക്ക് ഇത് മനസ്സിലായി, നമ്മുടെ പ്രാണം പോകും, ഇവനൊക്കെ നേതാവായിട്ട് നടക്കുമെന്ന് മനസ്സിലായിട്ട് അവർ പുറകോട്ട് പോകാൻ തുടങ്ങി. കൊട്ടേഷൻ ടീമിനെ വ്യക്തി. ഇനി കൊട്ടേഷൻ ടീമിന് സ്മാരകങ്ങൾ പണിയേണ്ടി വരും. അതും താമസിയാതെ ഉണ്ടാകും. നമ്മുടെയൊക്കെ കൺമുമ്പിൽ MV ഗോവിന്ദനോ അല്ലെങ്കിൽ അടുത്ത പാർട്ടി സെക്രട്ടറിയോ ഈ കൊടിസുനെ പോലത്തെയുള്ള കൊടും ക്രിമിനലുകൾക്ക് ഒരു മഹത്വം കൽപ്പിച്ച് അവർക്ക് സ്മാരകം ഉണ്ടാക്കി അവർക്ക് മാലയിട്ട് അതൊക്കെ നമ്മൾ കാണേണ്ടി വരും. ചുരുക്കം പറഞ്ഞാൽ ഈ പറയുന്ന അക്രമ രാഷ്ട്രീയം അവസാനിക്കുന്നില്ല. ഈ CPMൻ്റെ ഈ ബോംബ് രാഷ്ട്രീയം ഇനിയും തുടരും. എങ്ങാനും ബോംബ് പൊട്ടി മരിച്ചാൽ അവരെല്ലാം രക്തസാക്ഷികളായി മാറും അല്ലേ? ഇനിയും അത് തന്നെ നമുക്ക് അതൊരു വേറൊരു ചർച്ചയ്ക്കുള്ള വിഷയമാക്കാം. CPMൻ്റെ അക്രമ രാഷ്ട്രീയം നിർത്താൻ വഴിയൊക്കെ ഉണ്ട്. അത് വേറൊരു നീണ്ട ചർച്ചയാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് തൽക്കാലം പോകുന്നില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ പറയുന്ന രക്തസാക്ഷി എന്ന് പറയുന്ന അവരുടെ നിലപാടുകൾ അവർ ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം.